ഇനി ബീഫ് വെക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോഗ്രാം ബീഫാണ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. ചെറിയുള്ളി കുറച്ച് കൂടുതൽ വേണം, ഒരു 10-30 ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുഴുവനായിട്ട് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബീഫ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു അളവിനനുസരിച്ചിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും. മല്ലിപ്പൊടി കൂടുതലാവരുത്, ഇത്ര തന്നെ മതി കേട്ടോ 1 കിലോഗ്രാമുക്ക്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുരുമുളക് പൊടിയും അതുപോലെ പച്ചമുളക് ചതച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് അതന്നെ മതിയാവും. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളെ കയ്യിലുള്ളത് എങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം 1 ടീസ്പൂണൊക്കെ 1-1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് തന്നെ തിരുമ്മി കുഴച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ബീഫിലൊക്കെ അങ്ങോട്ട് മസാല നന്നായിട്ട് ആവണം, ആ ഒരു രീതിക്ക് തന്നെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പോൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ വേവാനെടുക്കുന്ന സമയം ഓരോ ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് വന്നപ്പോൾ അതാ കുക്കറിൽ വെള്ളമൊക്കെ ഉണ്ട്, ആവശ്യത്തിന് പാകത്തൊരു ഗ്രേവിയിലുണ്ട് കേട്ടോ. ഇനി ഇതുപോലൊരു കടായി, ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളക് മുറിച്ചതും ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് എടുത്തിട്ടുള്ള ഒരു ബീഫ് ഉണ്ടല്ലോ, അത് ആ ഒരു ചാറോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ളത് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് ഞാൻ ഇതുപോലെ നന്നായിട്ടങ്ങ് വറ്റിച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് റെഡിയായി. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫാണ്. അപ്പോൾ നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയിലേക്കോ ചോറിലേക്കോ എന്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.